നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സയൻസ് വിഭാഗം ചോദ്യങ്ങളാണ്. 150 ചോദ്യങ്ങളാണ്, എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ. 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ. അടുത്ത ചോദ്യം, ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ആണ് ദൈവകണം എന്ന് അറിയപ്പെടുന്നത്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ഏതാണ്? ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപമാണ് ശബ്ദോർജം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, അതുകൊണ്ട് ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച E=mc² എന്ന സമവാക്യത്തിൽ ഈ ഊർജത്തെയും m വസ്തുവിന്റെ പിണ്ഡത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ c എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രകാശത്തിന്റെ പ്രവേഗം. വെലോസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രവേഗത്തെയാണ് c സൂചിപ്പിക്കുന്നത്. എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം, പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത്? പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് ശൂന്യത. അപ്പോൾ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രം. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏത്? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന, അബ്സോർബ് ചെയ്യുന്ന നിറം കറുപ്പ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശൻ ആണ്. ECG സുദർശൻ. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം എന്തായിരിക്കും? ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പായിരിക്കും. കാരണം ചുവന്ന പ്രകാശം പച്ച നിറത്തെ കടത്തിവിടുന്നില്ല, അതുകൊണ്ട് നിറം കറുപ്പായിരിക്കും. പ്രാഥമിക വർണ്ണങ്ങളായ നീല, പച്ച എന്നിവ ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ നീല, പച്ച എന്നിവ ചേർന്നാൽ ലഭിക്കുന്ന നിറമാണ് സിയാൻ. വർണ്ണാന്ധത അഥവാ ഡാൾട്ടനിസം ബാധിച്ച ഒരാൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെ? പച്ചയും ചുവപ്പുമാണ് വർണ്ണാന്ധത ബാധിച്ച ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ. പച്ച, ചുവപ്പ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം. നിഴലുകളുടെ അരികുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഡിഫ്രാക്ഷൻ മൂലമാണ്. ഡിഫ്രാക്ഷൻ. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്ത്? മഴവിൽ വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫെറൻസ് ആണ്. ഇന്റർഫെറൻസ്. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ എന്നിവയായി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ഏതാണ്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ശബ്ദത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏത്? ശബ്ദത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമമാണ് വാതകം. അപ്പോൾ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലാണ്? ഖരം, സോളിഡിലാണ്. കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ എന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ എന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യം. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്.
ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ് ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത്. ഒരു ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം ഏത് നിയമമാണ്? പാസ്കൽ നിയമമാണ് ഒരു ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം, പാസ്കൽ നിയമം. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് സർ ഐസക് ന്യൂട്ടൻ. കണികാ സിദ്ധാന്തം. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു പ്രതിപതനം ഉണ്ടായിരിക്കും. ഇത് അറിയപ്പെടുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം LGS മുതലായ എക്സാമുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് തൊട്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്നത്. വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? കേശികത്വം അഥവാ കാപ്പിലാരിറ്റി മൂലമാണ് വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം എന്ത്? അപകേന്ദ്ര ബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ്. അതിന്റെ മലയാളം കൂടി പഠിച്ചു വെക്കുക, അപകേന്ദ്ര ബലം. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്ത്? വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആണ് ആംബെയർ. ആണ് വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത് എന്തിന്റെ സ്മരണാർത്ഥമാണ്? രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഡൈനാമോയാണ് യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. ജനറേറ്ററും ഉദാഹരണമാണ്. ഇൻഡക്ഷൻ കോയിൽ, ഡൈനാമോ, ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ എന്നീ ഉപകരണങ്ങൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന പ്രവർത്തന തത്വം ഏതൊക്കെയാണ്? ഇൻഡക്ഷൻ കോയിൽ, ഡൈനാമോ, ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ എന്നീ ഉപകരണങ്ങൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന പ്രവർത്തന തത്വമാണ് വൈദ്യുത കാന്തിക പ്രേരണ തത്വം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് എത്രയാണ്? 1.5 വോൾട്ട് ആണ് ഒരു ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ്. ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ BC റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ ഏത്? സസ്യ എണ്ണയാണ് മാർഗറിൻ. ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? ചോളം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. വിറ്റികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിറ്റികൾച്ചർ. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. റാബി വിളകളുടെ വിളവെടുപ്പ് കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത്? കൂർക്കയാണ് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? സിൽവർ റെവല്യൂഷൻ. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? അഡിനോളജി. ഗ്രന്ഥികളെ പറ്റിയുള്ള പഠനമാണ് അഡിനോളജി. അടുത്ത ചോദ്യം, രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമാണ്. ഉത്തരം സർപ്പഗന്ധിയിൽ നിന്നാണ് റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത്. സെർപെന്റിനയാണ് സർപ്പഗന്ധി. രാത്രികാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത്? വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്.
തക്കാളിയുടെ നിറത്തിന് കാരണമായ വർണ്ണകം ഏത്? ലൈക്കോപീൻ. ലൈക്കോപീൻ ആണ് തക്കാളിയുടെ നിറത്തിന് കാരണമായ വർണ്ണകം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവയാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതു ഫലത്തെയാണ്? കൈതച്ചക്ക. കൈതച്ചക്കയെയാണ് സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ത്രിഫല എന്നതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? നെല്ലിക്ക, താനിക്ക, കടുക്ക. കടുക്ക, നെല്ലിക്ക, താനിക്കയാണ് ത്രിഫല. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏതാണ്? അപ്പോൾ സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ആണ് ഗിബ്ബർലിൻ. ഗിബ്ബർലിൻ ആണ്. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? JC ബോസ് ആണ് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. സസ്യവളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സസ്യവളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആക്സനോമീറ്റർ. കണ്ടെത്തിയത് JC ബോസ് തന്നെയാണ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന ജീവശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്? ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന ജീവശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആര്? അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? തെങ്ങ്. തെങ്ങിനെ പറ്റിയാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്നത്. ഭീമൻ പാണ്ഡെയുടെ സ്വദേശം എവിടെ? ഭീമൻ പാണ്ഡെയുടെ സ്വദേശമാണ് ചൈന. ചൈനയിലാണ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷിയാണ് താറാവ്. താറാവ്. പാരമീസ്യത്തിന്റെ സഞ്ചാര അവയവം ഏത് പേരിൽ അറിയപ്പെടുന്നു? പാരമീസ്യത്തിന്റെ സഞ്ചാര അവയവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സീലിയ. സീലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്ത്? പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഉൽപരിവർത്തന സിദ്ധാന്തം, തിയറി ഓഫ് മ്യൂട്ടേഷൻ, മലയാളം എന്താ? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹ്യൂഗോ ഡിവ്രിസ്. റിപ്പീറ്റിംഗ് ചോദ്യമാണ് ഹ്യൂഗോ ഡിവ്രിസ്. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥയാണ് ടർണേഴ്സ് സിൻഡ്രം. ആരിലാണ്? സ്ത്രീകളിലാണ്. ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥയാണ് ടർണേഴ്സ് സിൻഡ്രം. പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കൂടുന്ന അവസ്ഥ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം ആണ് പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കൂടുന്ന അവസ്ഥ. അപ്പോൾ സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകൾ ഒരെണ്ണം കുറഞ്ഞാൽ ടർണേഴ്സ് സിൻഡ്രം, പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കൂടിയാൽ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം. വീൽസ് രോഗം, വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് കുഷ്ഠം. കുഷ്ഠമാണ് ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോട്ട്സ് ടെസ്റ്റ് ഏത് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്ഷയം. ക്ഷയരോഗ നിർണയത്തിനാണ് ഡോട്ട്സ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ത്വക്ക്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H5N1 വൈറസ്. പക്ഷിപ്പനി. HD സിൻഡ്രോം എന്നറിയപ്പെടുന്നത് HD സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ്. പെല്ലഗ്ര. HIV വാക്സിൻ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിനാണ്? HIV വാക്സിൻ ഇൻഫ്ലുവൻസയുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സിന്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്. എയ്ഡ്സ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വം അഥവാ ഡാർഫിസത്തിന് കാരണമാകുന്നത്? സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോണാണ്. അപ്പോൾ അതിന്റെ കുറവ് കാരണമാണ് വാമനത്വം ഉണ്ടാകുന്നത്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് Bയും Cയും.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ബൊമാൻസ് ക്യാപ്സ്യൂൾ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൊമാൻസ് ക്യാപ്സ്യൂൾ വൃക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. O ഗ്രൂപ്പിലാണ് ആന്റിജൻ ഇല്ലാത്തത്. ശ്വേത രക്താണുക്കളുടെ ആയുർദൈർഘ്യം 15 ദിവസം. 15 ദിവസമാണ് ശ്വേത രക്താണുക്കളുടെ ആയുർദൈർഘ്യം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ജൂലിയസ് ഹാരിസൺ. ജൂലിയസ് ഹാരിസൺ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത്. ആരാണ്? ജൂലിയസ് ഹാരിസൺ. മനുഷ്യ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത അവയവം ഏത്? ഹൃദയം. ഹൃദയത്തിനെയാണ് അർബുദം ബാധിക്കാത്തത്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൽബനിസം. ആൽബനിസം ആണ് മെലാനിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിൽ ഉള്ളത്? ചുറ്റികയുടെ ആകൃതിയിലുള്ളത് മാലിയസ്. മാലിയസ് ആണ്. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം? എന്നാണ് ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ചത്? 1976. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? വിഷമദൃഷ്ടി സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് വിഷമദൃഷ്ടി പരിഹരിക്കുന്നത്. DNA-യിലെ തൈമിനു പകരം RNA-യിലെ നൈട്രജൻ ബേസ് ഏത്? യുറാസിലാണ് DNA-യിലെ തൈമിനു പകരമുള്ള RNA-യിലെ നൈട്രജൻ ബേസ്. ഏതാണ്? യുറാസിൽ. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ പവർ ഹൗസ് ഏതാണ്? മൈറ്റോകോൺട്രിയ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കെവിലാർ. കെവിലാർ ആണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് ഓർഗാനോ ക്ലോറൈഡ്. ഇത് ഒരുപാട് പ്രാവശ്യം BSc റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോ ക്ലോറൈഡ് ആണ്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ്? സിൽവർ നൈട്രേറ്റ് ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏത്? വാഷിംഗ് സോപ്പിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. NaOH. റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? സൾഫർ. സൾഫർ ഉപയോഗിച്ചിട്ടാണ് റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ. പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ആണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. മീഥെയ്ൻ ആണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? പൈറക്സ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ക്വാർട്സ് രാസപരമായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിലിക്കൺ ഡൈ ഓക്സൈഡ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് ക്വാർട്സ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് ആണ് എന്ത് എന്നറിയപ്പെടുന്നത്? ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹേബർ പ്രക്രിയ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം.
കണ്ണീർ വാതകത്തിന്റെ രാസനാമം എന്ത്? ക്ലോറോ അസറ്റോഫീനോൺ. ക്ലോറോ അസറ്റോഫീനോൺ ആണ് കണ്ണീർ വാതകം. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ്. ഗൺമെറ്റൽ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ ഉണ്ട്, ടിൻ ഉണ്ട്, സിങ്ക് ഉണ്ട്. കോപ്പർ, ടിൻ, സിങ്ക്. ഗൺമെറ്റൽ. വിമാനഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരമാണ് ഡുറാലുമിൻ. ഡുറാലുമിൻ ഉപയോഗിച്ചിട്ടാണ് വിമാനഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. ഏത് ലോഹ സങ്കരമാണ് ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഏത് ലോഹ സങ്കരമാണ് ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ബ്രിട്ടാനിയം. ബ്രിട്ടാനിയം ഉപയോഗിച്ചിട്ടാണ് ഓസ്കാർ ശില്പം നിർമ്മിക്കുന്നത്. ഇതാണ് ഓസ്കാർ ശില്പം. അടുത്ത ചോദ്യം, എലിവിഷം എന്നറിയപ്പെടുന്നത് രാസപരമായി എന്താണ്? സിങ്ക് ഫോസ്ഫൈഡ് ആണ് എലിവിഷം. മിനമാതാ രോഗം ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. മെർക്കുറിയുമായി ബന്ധപ്പെട്ടതാണ് മിനമാതാ രോഗം. വിൽസൺസ് രോഗം ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിൽസൺസ്. വിൽസൺസ് രോഗം ചെമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെമ്പ്. ആർത്രൈറ്റീസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം ഏത്? ആർത്രൈറ്റീസ്. പൊട്ടാസ്യം. പൊട്ടാസ്യമാണ്. ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏത്? ഭൂമി. ടെല്യൂറിയം ആണ്. ടെല്യൂറിയം. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ഏത് മൂലകത്തിനാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ളത്? ടിന്നിനാണ്. ടിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ലോഹം ചോദിച്ചാൽ അലൂമിനിയം. അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നത് 6.023 × 10⁻23. അതിനെയാണ് മോൾ. ഒരു മോൾ എന്ന് പറയുന്നത് 6.023 × 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഐസോമർ എന്ന പേരിലാണ്. ഒരേ തന്മാത്രാ സൂത്രവും, സെയിം കെമിക്കൽ ഫോർമുല, ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ. AC-യെ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റെക്ടിഫയർ. റെക്ടിഫയർ ഉപയോഗിച്ചിട്ടാണ് AC-യെ എന്താക്കി മാറ്റുന്നത്? DC ആക്കി മാറ്റുന്നത്. കാന്തിക ഫ്ലക്സിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? കാന്തിക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് വെബർ. വെബർ ആണ്. മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ ആണ്. മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഗ്രാമഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ് ഗ്രാമഫോൺ കണ്ടുപിടിച്ചത്. കൽപ്പാക്കം, കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം, കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആര്? ആൽഫ്രഡ് നോബൽ ആണ്. ആൽഫ്രഡ് നോബൽ ആണ് ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണം ഏത്? ആൽഫ കണമാണ് ഹീലിയോ ന്യൂക്ലിയസിന് സിമിലർ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വികിരണം. ഗാർഹിക സർക്യൂട്ടുകളിലെ എർത്ത് വയറിന്റെ നിറം എന്ത്? ഗാർഹിക സർക്യൂട്ടുകളിലെ എർത്ത് വയറിന്റെ നിറമാണ് പച്ച. പച്ച നിറം. ശബ്ദത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ശബ്ദത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ഓഡിയോമീറ്റർ. കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമായ താപപ്രസരണ രീതിയാണ് സംവഹനം. സംവഹനം മൂലമാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? സംവഹനം. അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയ ഡച്ച് ശാസ്ത്രജ്ഞൻ ആര്? കാമർലിംഗ് ഓൺസ്. കാമർലിംഗ് ഓൺസ് ആണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയത്. ഭൂമിയുടെ ഭ്രമണം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ഭൂമിയുടെ ഭ്രമണം ക്രമാവർത്തന ചലനം അഥവാ പീരിയോഡിക് മോഷൻ ആണ് ഭൂമിയുടെ ഭ്രമണം. സൂര്യപ്രകാശത്തിന് 7 വർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സർ ഐസക് ന്യൂട്ടൻ ആണ് സൂര്യപ്രകാശത്തിന് 7 വർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഹുക്സ് നിയമം. ഹുക്സ് നിയമമാണ് സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം. ദാരത്തിനും യത്നത്തിനുമിടയിൽ
രോധം വരുന്ന ഉത്തോലകം, അതായത് ദാരം എന്ന് പറയുന്ന ഫൽക്രമാണ്, ഫൽക്രം, യജ്ഞം എന്ന് പറഞ്ഞ എഫേർട്ട്, ഫൽക്രം, എഫിന്റെയും ഇയുടെയും ഇടയിൽ രോധം അഥവാ റെസിസ്റ്റൻസ്. അപ്പം FRE എന്ന് വരുന്നത് ഏത് ഉത്തോലകത്തിലാണ്? രണ്ടാം വർഗ ഉത്തോലകം. രണ്ടാം വർഗ ഉത്തോലകത്തിലാണ് FRE എന്ന് വരുന്നത്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? ആവേഗബലം. ആവേഗബലം. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? റേഡിയോ ആക്ടിവിറ്റിക്ക് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്, പക്ഷെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബെക്കൊറൽ ആണ്, BQ. ബെക്കൊറൽ. BQ. ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരെല്ലാം? ട്രാൻസിസ്റ്റർ ജോൺ ബാർഡീൻ, വില്യം ഷോക്ലി, WH ബ്രാറ്റൈൻ. ജോൺ ബാർഡീൻ ഉണ്ട്, വില്യം ഷോക്ലി ഉണ്ട്, WH ബ്രാറ്റൈൻ ഉണ്ട് ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട്. സിം എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നതാണ് സിം എന്നതിന്റെ പൂർണ്ണരൂപം. ഏത് തരംഗങ്ങളാണ് ടെലിവിഷൻ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്? ഏത് തരംഗങ്ങളാണ് ടെലിവിഷൻ സംപ്രേക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്? മൈക്രോവേവ് ആണ്. ദ്രാവകങ്ങളുടെ തിളനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ദ്രാവകങ്ങളുടെ തിളനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇംബുലിയോസ്കോപ്പ്. തിളനില, ബോയിലിംഗ് പോയിന്റ്. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആംപ്ലിഫയർ. വൈദ്യുത സിഗ്നൽസിന്റെ സ്ട്രെങ്ത് കൂടാൻ ആംപ്ലിഫയർ. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് കാവൻഡിഷ്. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? ഡെന്റൈൻ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട. തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തു ഏത്? തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തുവാണ് അംബർ ഗ്രീസ്. പച്ചരക്തമുള്ള ജീവി വിഭാഗം പൊതുവായി അറിയപ്പെടുന്നത് അനലിഡയ്ക്കാണ് പച്ചരക്തമുള്ളത് ജീവി വിഭാഗം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? വൈറ്റമിൻ ADEK. ഇടയ്ക്കെന്ന് പഠിച്ചാൽ മതി. ഇടയ്ക്ക് കൊഴുപ്പിൽ ലയിക്കും, ADEK. മഷിക്കറ കളയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഓക്സാലിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് മഷിയുടെ കറ കളയുന്നത്. ഇസ്തിരിപ്പെട്ടിയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് നിക്രോം ഉപയോഗിച്ചിട്ടാണ് ഇസ്തിരിപ്പെട്ടിയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. മഴവില്ലിന്റെ ഏറ്റവും പുറമേയുള്ള നിറം ഏതാണ്? ചുവപ്പ് നിറമാണ് മഴവില്ലിന്റെ ഏറ്റവും പുറമേയുള്ള നിറം. ഏത് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പം ഉള്ളത്? സീസിയത്തിന്റെ ആറ്റത്തിനാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറന്തള്ളുന്ന സസ്യമാണ് തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് O3 ഓസോൺ പുറന്തള്ളുന്ന സസ്യം തുളസിയാണ്. മലേറിയ രോഗം പരത്തുന്ന കൊതുകാണ് അനോഫിലസ് പെൺകൊതുക്. മലേറിയ രോഗം. മഴ മൂലം പരാഗണം നടക്കുന്ന ഒരു സസ്യം, മഴ അല്ലെങ്കിൽ ജലം, കുരുമുളക്. അവസാനത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം രക്തകോശം. സ്പേമും ഉണ്ട് മനുഷ്യരിലെ ഏറ്റവും ചെറിയ കോശം. അപ്പോൾ സ്പേം വരുവാണെങ്കിൽ പുംബീജം വരുവാണെങ്കിൽ അതായിരിക്കും ഉത്തരം. പൊതുവായി പറയുകയാണെങ്കിൽ മനുഷ്യരിലെ ഏറ്റവും ചെറിയ കോശം രക്തകോശമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ 150 ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ 150 ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ 10 മാർക്കിന് ഒരു 8 മാർക്ക് വരെ ഉറപ്പിക്കാവുന്നതാണ്. നന്നായി പഠിക്കുക. വീണ്ടും കാണാം. താങ്ക്